അൽനാദിലെ KFCയുടെ ബാക്ക് സൈഡിലുള്ള വെള്ളക്കെട്ട് കണ്ടോ? ഒരു രക്ഷയില്ലാത്ത വെള്ളക്കെട്ട്. ഈ വണ്ടി ഇപ്പം അങ്ങോട്ട് പോയതാട്ടോ. പോയി കഴിഞ്ഞിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. കാരണം വേറെ വഴിയില്ല. ഇവിടെ ഈ വിളക്ക് ലൈറ്റുകളൊക്കെ കണ്ടോ, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഷോക്ക് വല്ലതും വരികയാണോ? നല്ല കാറ്റിന് സാധ്യതയുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ഇത് ഫുട്പാത്ത് കഴിഞ്ഞിട്ട് റോഡ് ഏതാണ് ഫുട്പാത്ത് ഏതാണെന്ന് അറിയാത്തൊരു സാഹചര്യം. ഇവിടെയൊക്കെ വെള്ളം കയറുമെന്ന് ഒരിക്കലും വിചാരിക്കാത്തൊരു സ്ഥലമാണ്. അവിടേക്കാണ് വെള്ളം കയറിക്കണം. അവിടെ ആ പുള്ളിയൊക്കെ പോകുന്ന വഴിക്ക് ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. മുട്ടിനെക്കാട്ടി മേളിൽ വെള്ളമുണ്ട്. അതാണ് നമ്മുടെ ഡേ ടു ഡേ ഭാഗം. ഈ റൂട്ടിലൊക്കെ സെഡാൻ കാറുകൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുങ്ങുമെന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത് സാധാരണ നമ്മുടെ ഫുട്പാത്തും കഴിഞ്ഞിട്ട്, ഇത് പള്ളിയുടെ ഫുട്പാത്താണ്, പള്ളിയുടെ ഭാഗം. ഫുട്പാത്തും കഴിഞ്ഞ് വെള്ളം കൂടി കയറിയിരിക്കുക. അപ്പോൾ അവിടെ എന്തോരം ഡീപ്പായിരിക്കും, ഒരു രക്ഷയില്ല. അങ്ങനെ മഴ പെയ്ത് കുതിർന്ന ഒരു നല്ലൊരു ഈവനിങ്. നാളെ മുതൽ മഴയില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്ന എടുത്ത് വെക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 27-ാം തീയതി വൈകുന്നേരം നമ്മൾ നേരത്തെ വീഡിയോയ്ക്ക് ശേഷം ഒരു വീഡിയോ ആണ്. കർണാടകയിലെ KFC ഭാഗത്തുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിലൊരു പെട്രോൾ വന്നു കഴിഞ്ഞപ്പോഴൊരു സംഗതിയാണ് ഇപ്പോൾ കണ്ടത്. ആ ഭാഗത്തുനിന്ന് വേറെ വണ്ടി കിടക്കാത്ത രീതിയിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം കയറുന്ന രീതിയിലാണ് ആ പെട്രോൾ കടന്നു പോയത്. പിന്നെ കാത്തിരിപ്പിനോട് കാത്തിരിപ്പായിരുന്നു. ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ, ഇതേപോലെ തിരമാലകൾ വരുന്നുണ്ടോ. അപ്പോൾ പാർക്കിങ്ങും റോഡും പെഡസ്ട്രിയൻ ക്രോസും ഫുട്പാത്തൊക്കെ ഏകദേശം ഒരേപോലെ ആയ നിമിഷമാണ് ആ കണ്ടത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്ന കാറുകളൊക്കെ തിരമാലകൾക്ക് സമാനമായ രീതിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിച്ച് വരുന്ന കാഴ്ച. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ക്രേസായി. എന്നാൽ പിന്നെ ഒരു കുറച്ച് നേരം അവിടെ നിന്ന് ആ ദൃശ്യം നമുക്ക് പകർത്താൻ വേണ്ടി നേരിടുമ്പോൾ പലതരത്തിലുള്ള SUV-കൾ, സെഡാൻ കാറുകൾ ഇതൊക്കെ വന്നുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് ഓപ്പോസിറ്റ് നിന്ന ചെറിയ വണ്ടികളാണെങ്കിൽ പണി കിട്ടാവുന്ന രീതിയിൽ വലിയ വണ്ടികൾ അങ്ങനെ പണി കൊടുത്തുകൊണ്ടിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ റേഡിയേറ്ററിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം മൊത്തം കയറുന്നത്. അതിനുശേഷം റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഈ എയർ വലിക്കുന്ന സമയത്ത് നേരെ എഞ്ചിനിലേക്ക് ഇറക്കുകയും ചെയ്യും. ഇതേപോലുള്ള പിക്കപ്പുകളൊക്കെയാണ് കുഴപ്പമില്ല. GMCയുടെ വലിയ വലിയ പിക്കപ്പുകളൊക്കെ സീനില്ലാത്ത വണ്ടികളാണ്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ലോ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കാറ്റില്ലാതെ നല്ല സ്പീഡിൽ പോകുന്ന ആൾക്കാരാണ് എടുത്തു പറയാൻ പറ്റുന്നത്. പിന്നെ വണ്ടികളിങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. മഴയുടെ കാഠിന്യം കുറഞ്ഞ് മഴയൊക്കെ തോർന്ന് ഏകദേശം. അപ്പോൾ 3 കാറുകൾ ഏകദേശം ഒരുമിച്ച് വന്ന സമയം അപ്പോൾ ഒരു കാർ അങ്ങോട്ട് പോയി, അടുത്ത കാറ് ഇങ്ങോട്ടേക്ക് വരുന്നു, അടുത്ത കാർ കൺഫ്യൂഷനായിരുന്നു. എന്നാലും അവർ ഹാൻഡിൽ ചെയ്തു ആ സിറ്റുവേഷൻ. ചെറിയ സെഡാൻ കാർസ് ആണെങ്കിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്നിട്ട് തിരമാലയ്ക്ക് സമാനമായിട്ട് വീണ്ടും വെള്ളം പുറത്തേക്ക് എക്സ്ട്രാ പാറ്റ് ഫൈൻഡറൊക്കെ അതിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പജീറോയുടെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്ന സമയത്ത് പജീറോയുടെ വീലിൽ മൊത്തം വെള്ളം കറങ്ങിക്കൊണ്ടിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. പിന്നെ വന്ന ഓരോ ബൈക്ക് റൈഡേഴ്സും നല്ല രസമുണ്ടായിരുന്നു. പകുതി വെള്ളത്തിൽ മുങ്ങിയിട്ട് വാഹനം പോകുന്ന ആ മനോഹരമായ കാഴ്ച. ഇത് നമ്മൾ പകർത്തിയത് നൈറ്റിൻ്റെ അവിടുന്ന് 29th March 2026 ഈവനിങ് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അവിടെ പോയതായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ കാഴ്ച കണ്ടത്. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങി 2 ദിവസം കൊണ്ട് ഏകദേശം ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരൊക്കെ വന്ന് വെള്ളമൊക്കെ സക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പോൾ അവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ ടാങ്കറുകളൊക്കെ വന്നിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. വാഹനങ്ങളൊക്കെ അങ്ങനെ ഈ റോഡ് തുറന്നതുകൊണ്ടാണ് ഇതിലേക്ക് വാഹനം ഓടി തുടങ്ങിയത്. അല്ലെങ്കിലും ഇത്രയും ദിവസം നമ്മുടെ നെക്സ്റ്റ് ആ വഴിക്കുകയാണ് ദുബായിലും ഷാർജയിലേക്കും വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. പോലീസ് കാവൽ വന്നിട്ടാണ് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ടാങ്കറുകൾ വന്നിട്ട് വെള്ളം സക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക,
ഈ സ്ഥലത്തെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, അത്രയും വെള്ളം കയറി കിടന്ന സ്ഥലമായിരുന്നു. 27th ആഫ്റ്റർനൂൺ, 29th ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി അവരേകദേശം എല്ലാം എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ നമുക്ക് ഈ റോഡിലൂടെ വാഹനഗതാഗതം ഒരിക്കലും യോഗ്യമായി തീരില്ല. അപ്പം അങ്ങനെയുള്ള രാത്രിയുടെ മനോഹരമായ കാഴ്ചകളായിരുന്നു നമ്മുടെ ഇത്രയും ദിവസത്തെ വീഡിയോയിൽ. അപ്പോൾ മഴക്കാല വീഡിയോസൊക്കെ നമുക്കെല്ലാം പകർത്താൻ പറ്റി, അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് സമയം കണ്ടെത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദുബായിലും ഷാർജയിലും മഴ പെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. അങ്ങകലെയായിട്ട് ഒരു 6 ട്രക്കൊക്കെ ഒരുമിച്ച് നിന്ന് വെള്ളം സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പോൾ ശരി.